ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു മണി മേക്കിംഗ് വീഡിയോസ് ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ ഇന്നൊരു ചെറിയൊരു കാര്യം ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ബുക്ക് മൈ ഷോ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ അടുത്തുള്ള തിയേറ്ററിൽ നിന്ന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം, അങ്ങനെയൊരു വീഡിയോ ആണിത്. അപ്പോൾ ബുക്ക് ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ വേറെ വീഡിയോ കണ്ടോളൂ. നമ്മളിത് ബുക്ക് ചെയ്യാൻ അറിയാത്ത കുറച്ച് പേർക്കുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ബുക്ക് മൈ ഷോ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ശേഷം നിങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ സെലക്ട് യുവർ സിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സിറ്റി, അതായത് നിങ്ങളുടെ അടുത്തുള്ള സിറ്റി ഉണ്ടാവും, അത് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ മട്ടന്നൂറാണ് എൻ്റെ സിറ്റി, ഞാൻ മട്ടന്നൂരിൽ നിന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിറ്റി ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സിറ്റിയിലുള്ള പോപ്പുലറായിട്ടുള്ള ഒരു തിയേറ്ററും അതുപോലെ തന്നെ മൾട്ടിപ്ലക്സും ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് ഷോ ചെയ്യുന്ന എല്ലാ സിനിമകളും ഇവിടെ നിങ്ങൾക്ക് കാണിക്കും ആ ഒരു തിയേറ്ററിൽ. ഇപ്പോൾ ഇവിടെ ജൂൺ, അതുപോലെ തന്നെ അള്ള രാമേന്ദ്രൻ, പേരമ്പ്, 9, 3 സിനിമ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ട സിനിമേൻ്റെ താഴെയായിട്ട് ബുക്ക് എന്ന ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ്, നിങ്ങൾക്ക് ഏത് ഡേറ്റിനാണ് വേണ്ടത്, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ഉണ്ടാവും, അതിൽ ഏത് ഡേറ്റ് വേണമെന്ന് പറയും. നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്ത് ഇന്നാണെങ്കിൽ അവിടെ ഒരു ബ്ലൂ ടിക്ക് ഉണ്ടാവും, നാളെ ആണെങ്കിൽ അവിടെ ബ്ലാക്കും, മറ്റന്നാളെങ്കിലും ബ്ലാക്കും ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ നാളെ 16-ാം തീയതി ഒരു ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിൽ ഏത് ടൈമിലാണ് ടിക്കറ്റ് വേണ്ടതെന്ന് ചോദിക്കും. ഞാനിപ്പോൾ നൈറ്റ് 10 മണിയുടെ ക്ലിക്ക് ചെയ്തു. പക്ഷേ നിങ്ങൾ എത്ര ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഞാനിപ്പോൾ 2 എണ്ണം കൊടുത്തു. നിങ്ങൾക്ക് 10 എണ്ണം വരെ ഇവിടുന്ന് ബുക്ക് ചെയ്യാം. ഞാൻ 2 എണ്ണം കൊടുത്തിട്ട് സെലക്ട് സീറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് സീറ്റ് വരും. ഇതിൽ നിങ്ങൾക്ക് ആ തിയേറ്ററിലെ മുഴുവൻ സീറ്റുകളിലും ആൽഫബറ്റിക്കായിട്ട് തന്നിട്ടുണ്ടാവും, നമ്പർ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിതിൽ ടോപ്പിലെ സീറ്റോ അതുപോലെ തന്നെ ഫ്രണ്ടിലെ സീറ്റോ സെൻറ്ററിലെ സീറ്റോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സെൻറ്ററിലായിട്ട് 2 സീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പേ എന്ന് കൊടുക്കുക. എത്ര സീറ്റ് ബുക്ക് ചെയ്തു അതിനുള്ളൊരു എമൗണ്ട് അവിടെ വരും. ഓക്കെ, ശേഷം ബുക്ക് സ്മൈൽ എന്ന് മാത്രമേ ടിക്ക് ഉണ്ടാകും. ആ ടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 2 രൂപ, നിങ്ങളുടെ ഒരു ടിക്കറ്റിന് 1 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. അവരുടെ ഗിഫ്റ്റ് കാർഡിൻ്റെ ഭാഗമായിട്ട് എന്താണ്. പിന്നെ താഴെയായിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ഒരു പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കൊടുക്കാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് പേ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും. അവരുടെ ടാക്സും GST ഒക്കെ കഴിഞ്ഞിട്ട് പേ എന്ന ബട്ടണിൽ ഒരു 260 രൂപയുടെ ആണെങ്കിൽ ഒരു 300 ചില്ലറയൊക്കെ ആയിട്ടുണ്ടാവും. നിങ്ങളുടെ തിയേറ്ററിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ എമൗണ്ടും GST ഒക്കെ വരിക. ഓക്കെ, ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് മെത്തേഡായിട്ട് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ പേടിഎം, മൊബൈൽ വാലറ്റ് എന്ന ഭാഗം ഉപയോഗിക്കുകയാണെങ്കിൽ പേടിഎം, ഫ്രീ ചാർജ്, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ്, അതുപോലെ തന്നെ UPI, ക്വിക്ക് ചെക്കൗട്ട്, പേ ലെറ്റർ, റെഡീം പോയിൻറ്റ്സ് ഒക്കെ റെഡീം ചെയ്യാം. പിന്നെ ഗിഫ്റ്റ് വൗച്ചറാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ മൊബൈൽ വാലറ്റ് കൊടുത്തു, പേടിഎം കൊടുക്കാം. പേടിഎം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് എടുത്തിട്ട് അവിടുന്ന് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പേ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഓർഡർ കൺഫേം ആവും. ശേഷം നിങ്ങളുടെ മെസ്സേജ് എന്ന ഭാഗത്ത് ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫ്രണ്ട്സ്, ഇതുപോലൊരു മെസ്സേജ് വരും. നിങ്ങളുടെ ആ ഒരു ടിക്കറ്റിൻ്റെ കൊടുത്ത ആ നമ്പറിലോട്ട് ഇതുപോലൊരു മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ വേണ്ടത് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ തിയേറ്ററിലെ ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ PVR പോലത്തെ തിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ജനറേറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പിന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തിയേറ്ററിലെ കൗണ്ടറിൽ കാണിക്കുക. നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ആ ഒരു സീറ്റിൽ, ആ ഒരു ഡേറ്റിൽ, ആ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് തരുന്നതായിരിക്കും.
അപ്പോൾ ടിക്കറ്റ് ക്രമം സീറ്റ് ക്രമം ഇല്ലാത്ത തിയേറ്ററിലാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങളുടെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ എന്തിനെ കുറിച്ച് ചെയ്യണമെന്നും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത